ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി ആവർത്തന പുസ്തകം 12-ാം അധ്യായം 20-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്ത പോലെ അവൻ നിന്റെ അതിർ വിശാലമാണ്. ഇവിടെ ദൈവം ഒരു വാഗ്ദത്തം ജനത്തിന് കൊടുക്കുകയാണ്. നിന്റെ അതിർ വിശാലമാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ജീവിതത്തില് അതിരുകളൊന്ന് വിസ്താരപ്പെടണം? അത് പ്രാർത്ഥിക്കുന്ന പലരുടെയും ജീവിതത്തിലെ ആഗ്രഹമാണ്. എങ്ങനെയാണ് നമ്മുടെ അതിർ വിസ്താരമാകുന്നത്? ദൈവം അതിർ വിസ്താരമാക്കുമെന്നാണ് ഒന്നാമത്തെ സന്ദേശം. അതിന് നാം എന്ത് ചെയ്യണം? എലീശ പ്രവാചകന്റെ ശുശ്രൂഷ കാലയളവില് പ്രവാചകന്മാർ എലീശയോട് ചെന്നൊരു കാര്യം പറയുക: ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഇടുക്കമാണ്, ഞങ്ങൾക്ക് വിശാലമായ ഒരു സ്ഥലം വേണം. അവർ ആഗ്രഹിച്ച കാര്യം അവർ പ്രവാചകനോട് പറയുക. അവർ യോർദാനോളം ഇറങ്ങി ചില വൻമരങ്ങളെ വെട്ടി അവർ പാർക്കുന്ന സ്ഥലം വിശാലമാക്കുക. എന്താ ഇവിടുത്തെ സന്ദേശം? ജീവിതത്തിലൊരു വിശാലത വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ വിശാലതയ്ക്ക് വേണ്ടി കൊതിക്കണം, ആ വിശാലതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, ആ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക. ശത്രു നിന്നെ ഒതുക്കാവുന്ന അത്രയും ഒതുക്കി. ഇപ്പോൾ നീ ഒരു വല്ലാത്ത അവസ്ഥയിൽ അകപ്പെട്ടിരിക്കുക. എന്നാൽ ദൈവം നിന്നോട് സംസാരിക്കുക. ദൈവം നിന്റെ അതിരുകളെ ഈ ദിവസങ്ങളിൽ വിസ്താരമാക്കും. എബേസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: നീ എൻ്റെ അതിരുകളെ വിസ്താരപ്പെടുത്തണം. ശത്രുവിന്റെ ശക്തിയാൽ ജീവിതം ഒതുങ്ങിപ്പോയ ചിലരോട് കർത്താവ് സംസാരിക്കുക. നീ ആഗ്രഹിക്കണം ഒരു വിശാലതയ്ക്ക്. താമസിയാതെ നിന്നെ പരിശുദ്ധാത്മാവ് ഒരു വിശാലതയിലേക്ക് കൊണ്ടുപോകാൻ പോവുക. നിന്റെ അതിരുകൾ മാറ്റിയിടാൻ പോവുക. നിന്റെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിലേക്ക് തുറന്നു വിടാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. ഭയങ്കര കാര്യങ്ങളെ സൂചിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അതിരുകൾ വിസ്താരപ്പെടുവാൻ ജീസസ് അങ്ങ് ചില വഴികൾ തുറക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ ജനത്തിന്റെ ഇടുങ്ങിയ അനുഭവങ്ങൾ, ഒതുങ്ങിയ അനുഭവങ്ങൾ ജീസസ് എല്ലാം ഒന്ന് മാറട്ടെ. അവരൊരു വിശാലതയിലേക്ക് വരട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും ഒരു വിശാലത ഉടനെ ഉണ്ട്. ഗോഡ് ബ്ലെസ് യു.